അങ്ങനെ ഇന്ന് 8ാമത്തെ പാർട്ട് വീഡിയോ വരെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ജോമെട്രിയുടെ 7 പാർട്ട് വീഡിയോകൾ കാണാത്ത കൂട്ടുകാർ കണ്ട് തീർത്തിട്ട് ഇത് കാണുന്നതാണ് നല്ലത് കേട്ടോ. കാരണം ആദ്യ പാർട്ടുകളിൽ പറഞ്ഞ പോലെ പോയിന്റ്സും ഞാൻ വീണ്ടും ഒത്തിരി തവണ റിപ്പീറ്റ് ആയിട്ട് പറയാറില്ല, കാരണം നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. അപ്പം 7 പാർട്ട് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് കണ്ട് തീർത്തിട്ട് 8ാമത്തെ പാർട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട്, ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്ക് വഴിയും കമൻറ്റ് വഴിയൊക്കെ രേഖപ്പെടുത്തണം എന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. അത് മടി കാണിക്കാതിരിക്കുക. ഓക്കെ, കൂടുതൽ നന്നായി ഉഷാറോടെ കൂടുതൽ ആത്മാർത്ഥമായി വീഡിയോ ചെയ്യാനും ഇത് തുടർന്നു പോകാനും അതൊത്തിരി സഹായകരമാകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മക്കളെ. നമ്മൾ 6 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വലിയ ഉപദ്രവമുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല, എന്നാലും 1-2 ചോദ്യങ്ങൾ നല്ലതാണ്. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെട്ടാലോ? ശരി. അപ്പോൾ ഈ 6 ചോദ്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ ചോദ്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വീഡിയോ കണ്ട് സമയം കളയണ്ട. അല്ലാത്തവർ, അറിയത്തില്ലാത്ത കുട്ടികൾ വീഡിയോസ് കാണുക കേട്ടോ, ക്വസ്റ്റ്യൻസ് കാണുക. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. പാദം 4 സെൻറ്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ, അപ്പം കഥയിലെ നായകൻ ഒരു സമപാർശ്വ ത്രികോണമാണ് അല്ലേ. പാദം 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴ്വശം 4 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് പാദം. ഈ പാദം 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സമപാർശ്വ ത്രികോണം. തുല്യവശങ്ങൾ 6 സെൻറ്റിമീറ്റർ വീതമായാൽ അതിൻ്റെ പരപ്പളവ് എത്രയാണ്? എന്താ ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത? സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത 2 വശങ്ങൾ തുല്യമായിരിക്കും. ഈ വശവും ഈ വശവും, അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഇതാണ് ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത. തുല്യ അല്ലാത്ത വശം പാദം 4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. തുല്യമായ വശങ്ങൾ 6 സെൻറ്റിമീറ്റർ വീതമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും 6 സെൻറ്റിമീറ്റർ വീതമാണ്. എങ്കിൽ ഇതിൻ്റെ വിസ്തീർണം, പരപ്പളവ്, ഏരിയ കാണാനാണ് ചോദ്യം. മക്കളെ, ഇതിൻ്റെ ഏരിയ കാണാനേ നമുക്ക് ഹാഫ് BH എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിന് നമുക്ക് ഹൈറ്റ് ആവശ്യമാണ്. ഇതാണ് നമ്മുടെ ഹൈറ്റ്, ആണോ? ഹൈറ്റ് ആവശ്യമാണ്. ഈ ഹൈറ്റ് വേണം അല്ലേ. നമുക്കറിയാം ഹാഫ് BH എന്നല്ല ഇക്വേഷൻ. ഓക്കെ, അപ്പം നമുക്ക് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയയുടെ ഇക്വേഷൻ ആണല്ലോ. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു, ഇവിടെ ബേസ് എത്രയാണ് മക്കളെ? ബേസ് 4 അല്ലേ, കാരണം ഇതാണ് ബേസ് 4 ആണ് അല്ലേ. ഇൻറ്റു എന്ത് ചെയ്യണം? ഹൈറ്റ് ചെയ്യണം. ഹൈറ്റ് അറിയുമോ? ഇല്ല. ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് ഒരു മട്ടത്രികോണം ഫോം ചെയ്യാലോ, ഇല്ലേ? ഏതാ മക്കളെ നമ്മുടെ മട്ടത്രികോണം? ഇതുണ്ടോ? ഇങ്ങനെ ഇവിടെ ഒരു മട്ടത്രികോണം ഫോം ചെയ്യാൻ പറ്റുമല്ലോ, ഇല്ലേ? അതിൻ്റെ കർണം അറിയാം. ഏതാ മക്കളെ കർണം? ഇതാണ് കർണം അല്ലേ. നമുക്കറിയാം പാദം അറിയാം, ഇത് 2 അല്ലേ, ആണോ? ഇത് 2 ആണ് അല്ലേ. 1 6 കർണം 6 പാദം 2 ആണ്. അപ്പം ലംബം കണ്ടുപിടിക്കാമല്ലോ. എന്താ ലംബം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ലംബം എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. അപ്പോൾ ഹൈപ്പോടെന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ അല്ലേ. സോ റൂട്ട് ഓഫ് 36 അല്ലേ, മൈനസ് 6ൻ്റെ സ്ക്വയർ 36 മൈനസ് 2ൻ്റെ സ്ക്വയർ 4 ഈക്വൽ ടു റൂട്ട് 32 എന്ന് വരും. റൂട്ട് 32 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് 16 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്, റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം 4 റൂട്ട് 2 ആണ് മക്കളെ. ഇത് 4 റൂട്ട് 2 ആണ് ഹൈറ്റ്. ഇനി ഏരിയ കാണാൻ ഹൈറ്റ് കിട്ടിയില്ലോ, 4 റൂട്ട് 2 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതും വെട്ടിപ്പോകും. 2 ഈക്വൽ ടു 8 റൂട്ട് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്.
ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് 3 വശങ്ങളുടെ നീളങ്ങൾ അറിയാമെങ്കിൽ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആ ഇക്വേഷൻ യൂസ് ചെയ്യുക. അതിലും കൂടെ കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഓക്കെ, സമപാർശ്വ ത്രികോണത്തിൻ്റെ പാദം 4ആണ്. തുല്യമായ വശങ്ങൾ 6, 6ആണ്. ഓക്കെ, ഏരിയ കാണണം. നമുക്കറിയാം ഇതൊരു മട്ടത്രികോണമാണ് അല്ലേ. ഇതാണ് അതിൻ്റെ ഹൈറ്റ്, അതായത് ഈ ത്രികോണത്തിൻ്റെ ഹൈറ്റാണിത്. ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു മട്ടത്രികോണം ഫോം ചെയ്തു. ഇവിടെ 2, ഇത് 6ആണ്. ഇത് കർണവും ഇത് പാദവുമാണ്. ലംബം എന്ന് പറയുന്ന സാധനമാണ് ഹൈറ്റ് അല്ലേ. ലംബം എന്ന് പറയുന്ന സാധനമാണ് ഹൈറ്റ്. ഇതാണ് ഹൈറ്റ്. അപ്പോൾ എനിക്കറിയാം കർണം അറിയാം, പാദം അറിയാമെങ്കിൽ ലംബം കാണാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ചെയ്താണ്. 6ൻ്റെ സ്ക്വയർ 36 മൈനസ് 4 റൂട്ട് 32. റൂട്ട് 32 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ റൂട്ട് 16 ഇൻറ്റു 2 എന്ന് എഴുതാം. റൂട്ട് 32 എന്ന് പറഞ്ഞാൽ റൂട്ട് 16 ഇൻറ്റു 2 ആണോ. ഈ റൂട്ട് 16 4ഉം റൂട്ട് 2 2ഉമാണ്. അപ്പം 4 റൂട്ട് 2 എന്ന് കിട്ടും. സോ ഈ ഉത്തരം 4 റൂട്ട് 2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. 4 റൂട്ട് 2 ഇത് ഹൈറ്റാണ് 4 റൂട്ട് 2 മക്കളെ. അപ്പം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് കിട്ടിയാൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഉത്തരവായി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏത്? ഓക്കെ, നിങ്ങൾ ഇത്ര അറിഞ്ഞിരിക്കുക. 3:4:5 എന്ന റേഷ്യോയിൽ വരുന്ന വശങ്ങളെല്ലാം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായി പൈതഗോറൻ ത്രയങ്ങളിൽ പെടുന്നവയായിരിക്കും. ഏത് റേഷ്യോയിൽ വരുന്നതാ? 3:4:5 റേഷ്യോയിൽ വരുന്നതെല്ലാം ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായിരിക്കും, അല്ല പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടുന്നവയായിരിക്കും. 3:4:5 എന്ന റേഷ്യോയിൽ വരുന്നതെല്ലാം, അതായത് 3, 4, 5 ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാണെങ്കിൽ ഇത് 3:4:5 എന്ന റേഷ്യോയിലല്ലേ ആണ്. അപ്പോൾ അത് മട്ടത്രികോണത്തിന് വശങ്ങളാവും. 6, 8, 10 ഇത് 3:4:5 എന്ന റേഷ്യോയിലല്ലേ വെട്ടിച്ചെറുതാക്കുമ്പം, അപ്പോൾ അതും മട്ടത്രികോണത്തിന് വശങ്ങളാകും. കണ്ടോ? അതുപോലെ 9, 12, 15 3:4:5 എന്ന റേഷ്യോയിലല്ലേ വെട്ടിച്ചെറുതാക്കുമ്പം, അപ്പോൾ അത് മട്ടത്രികോണത്തിന് വശങ്ങളാണ്. 12, 16, 20 ഇതും 3:4:5 എന്ന റേഷ്യോയിലല്ലേ, അപ്പോൾ അതും മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. കണ്ടോ? അപ്പോൾ 3:4:5 എന്ന റേഷ്യോയിൽ വരുന്ന വശങ്ങളെല്ലാം മട്ടത്രികോണത്തിന് വശങ്ങളായിരിക്കും. അപ്പോൾ ഇത് 3:4:5 ആയതുകൊണ്ട് മട്ടത്രികോണത്തിൻ്റെ വശമാണ്. ഇത് വെട്ടിച്ചെറുതാക്കുമ്പോൾ 3:4:5 ആയതുകൊണ്ട് മട്ടത്രികോണത്തിൻ്റെ വശമാണ്. ഇത് 4 വെച്ച് വെട്ടിക്കളയുമ്പോൾ 3:4:5 എന്ന റേഷ്യോയിലായതുകൊണ്ട് മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. അതായത് പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടുന്നവയാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഓർത്ത് വെക്കുക, പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടുന്നത് 3:4:5 എന്ന റേഷ്യോയിൽ വരുന്നവയെല്ലാം ഉറപ്പായിട്ടും പെടും. അത് മാത്രമല്ല, അല്ലാത്തതുകൊണ്ട്. പക്ഷെ 3:4:5 എന്ന റേഷ്യോയിലാണെങ്കിൽ ഉറപ്പായിട്ടും പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന വശങ്ങളായിരിക്കും അത്. കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ശരി, ഇനി മെയിനായിട്ട് ഇതാണ്, അതായത് 3:4:5 റേഷ്യോയിൽ വരുന്നു. 3, 4, 5, 6, 8, 10, 9, 12, 15, 12, 16, 20, 15, 20, 25 ഇതൊക്കെ. അതുപോലെ അല്ലാത്ത കുറച്ച് 8, 15, 17, 5, 12, 13, 7, 24, 25 ഇതൊക്കെ പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടുന്ന വേറെ കുറച്ച് എണ്ണമാണ്. ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ല. 8, 15, 17, 5, 12, 13, അതുപോലെ 7, 24, 25 ഇതൊക്കെ മട്ടത്രികോണത്തിന് വശങ്ങളായി വരുന്നതാണ്. അല്ലെ പൈതഗോറസ് തിയറം ശരിയാവുന്ന വശങ്ങളാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോ, ഇത് പഠിച്ചു വെച്ചോണേ. 8, 15, 17, 5, 12, 13, 7, 24, 25 ഒക്കെ കേട്ടോ. ഇനി അടുത്തത് 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ്. ഓക്കെ, നമുക്കറിയാം മക്കളെ, ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ പോളിഗൺസ് ആണ്. ഈ ബഹുഭുജങ്ങളുടെ ആന്തരകോണുകളുടെ തുക, അകത്തെ കോണുകളുടെ എല്ലാം തുക കാണാനുള്ള ഇക്വേഷൻ n-2 × 180 ആണ്. ഇതാണ് അകത്തെ കോണുകളുടെ എല്ലാം തുക. ഓക്കെ, അകത്തെ ഒരു കോണിൻ്റെ അളവ് കാണണമെങ്കിൽ അകത്തെ കോണുകളുടെ എല്ലാം തുകേനെ കോണുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവർ ചോദിച്ചിരുന്നത് കണ്ടോ, ഒരു അകക്കോണിൻ്റെ അളവാണ്.
n-2 ഇൻറ്റു 180 എന്നത് അകത്തെ കോണുകളുടെ എല്ലാം ആംഗിൾസിൻ്റെ എല്ലാം സമ്മാണ്. ഒരു കോണിൻ്റെ അളവ് കാണാൻ അകത്തെ കോണുകളുടെ എല്ലാം തുകേനെ കോണുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ n-2 ഇൻറ്റു 180/n ആണ്. ഓക്കെ, ഇവിടെ n എന്ന് പറഞ്ഞാൽ 12 ഭുജങ്ങൾ വശങ്ങളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 12 - 2 10 ഇൻറ്റു 1180/n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമല്ലേ 12. ഓക്കെ, സോ 1800 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 150 എന്ന് വരും മക്കളെ, 150. അപ്പോൾ ഒരു അകക്കോണിൻ്റെ അല്ലെങ്കിൽ ഒരു ആന്തരകോണിൻ്റെ അളവ് 150 ഡിഗ്രിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഒരു കോൺ 45 ഡിഗ്രിയായ ഒരു മട്ടത്രികോണത്തിൻ്റെ, അപ്പോൾ കഥയിലെ നായകൻ മട്ടത്രികോണമാണ്. ഓക്കെ, ഈ മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 45 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശത്തിൻ്റെ നീളം, മക്കളെ ഇതാണ് ലംബവശം. ലംബവശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ കർണത്തിൻ്റെ നീളം എത്ര? ഓക്കെ, മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 45 ഡിഗ്രി ആണെന്നല്ലേ, നമുക്കൊരു കാര്യം ഉറപ്പാണ്, മട്ടത്രികോണത്തിൻ്റെ ഇത് 90 ഡിഗ്രി ആണല്ലോ. യെസ്, ഇത് 90 ഡിഗ്രിയാണ്. ഇത് 90 ആണെങ്കിൽ ഈ ഒരു കോണായിരിക്കും 45 ഡിഗ്രി. അത് 45 ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ കോണ് 45 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 45 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 90 ഡിഗ്രിയാണ്, മറ്റ് രണ്ട് കോണുകൾ 45 ഡിഗ്രിയാണ്. എങ്കിലേ ആകെ 180 വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കോൺ 45 ഡിഗ്രിയായ ഒരു മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള കോണുകൾ ഒന്ന് 90 ഒന്നും 45 ആയിരിക്കും. അപ്പോൾ ഇതൊരു സമപാർശ്വ മട്ടത്രികോണമാണ്. അതായത് രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ള ഒരു മട്ടത്രികോണമാണ്. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം മക്കളെ? കർണത്തിൻ്റെ നീളം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇത് 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 8 സെൻറ്റിമീറ്ററാണ്. അതെങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ സമപാർശ്വ മട്ടത്രികോണങ്ങൾക്ക് തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. ഈ കോൺ 45 ഡിഗ്രി ആണെങ്കിൽ അതിനെതിരെയുള്ള ഈ വശവും, ഈ കോൺ 45 ഡിഗ്രി ആണെങ്കിൽ അതിനെതിരെയുള്ള ഈ വശവും തുല്യമായിരിക്കും. അപ്പോൾ ഇതും 8 ഇതും 8. ഓക്കെ അല്ലേ? ഇനി ഒരു കോൺ 45 ഡിഗ്രി ആണെങ്കിൽ രണ്ട് കോണുകൾ 45 ഡിഗ്രിയും ഒരെണ്ണം 90ഉം ആകുമെന്ന് മനസ്സിലായി. ഇതൊരു മട്ടത്രികോണമാണ്, സമപാർശ്വ മട്ടത്രികോണമാണ്. അതായത് രണ്ട് വശങ്ങൾ തുല്യമായ ഒരു മട്ടത്രികോണമാണ്. അതായത് ഒരു സമപാർശ്വ ത്രികോണമാണ്, ഒരു മട്ടത്രികോണവുമാണ് എന്നർത്ഥം. ഇനി നമ്മൾ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞായിരുന്നു, ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി വീതമായാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ 1:1:1√2 എന്ന റേഷ്യോയിലായിരിക്കും. ഒന്നുകൂടെ നോട്ടായിട്ട് എഴുതി വെച്ചോ. ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകൾ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി വീതമായാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ 1:1:1√2 എന്ന റേഷ്യോയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി 45 ഡിഗ്രിക്ക് എതിരെയുള്ള വശം നമുക്കറിയാം. എത്രയാത്? 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 1 എന്ന് പറയുന്നതാണ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതും 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 8√2 ആണ്. 1√2 എന്നല്ലേ വരുന്നത്. അപ്പോൾ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 1√2 ആയിരിക്കും. അതായത് 8√2 ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 8√2 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എന്താ ഇവിടുത്തെ നോട്ട്? ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി വീതമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ 1:1:1√2 എന്ന റേഷ്യോയിലായിരിക്കും. അപ്പം 1 എന്ന റേഷ്യോയുടെ സ്ഥാനത്ത് 8 കിടക്കുന്നേ. അപ്പം 1√2 എന്ന് പറയുമ്പോൾ 8√2 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് തന്നിട്ടുണ്ട് മക്കളെ. സമചതുരം നമുക്കറിയാം സ്ക്വയർ ആണോ? ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. എത്രയാ? 289 ഒരു വശത്തിൻ്റെ നീളം. അപ്പോൾ A² ആണ് 289. എ എന്ന് പറഞ്ഞാൽ √289 ആണ്. അത് സിമ്പിളായിട്ട് 17 ആണ് കേട്ടോ. 17ൻ്റെ സ്ക്വയർ ആണ് 289. ആൻസർ 17 എന്ന് കിട്ടും. സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 11 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള അല്ലേ. സോ 11 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? 11 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ്. ഓക്കെ,
പരപ്പളവ് കാണാൻ ഉള്ള ഇക്വേഷൻ 11×8 ആണ് അല്ലേ. സോ 88 ഇതിൻ്റെ പരപ്പളവ്. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് 88 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ L ഇൻറ്റു B ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ 11×8 88 88 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് മക്കളെ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഡയറക്റ്റ് ചോദ്യമായിരുന്നു അല്ലേ. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ പാർട്ട് വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇന്നത്തെ 6 ചോദ്യങ്ങൾ വലിയ ഉദ്രവമുള്ള ചോദ്യങ്ങളല്ലായിരുന്നു, അത്യാവശ്യം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പാർട്ട് വീഡിയോവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ടാറ്റാ.